നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ശിക്ഷണങ്ങൾ നൽകി സ്നേഹങ്ങൾ നൽകി സംവിധാനിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹധർമ്മിണികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പേരമക്കൾ, അവർക്ക് ലിൽ മുത്തഖീന ഇമാമാ, എന്നിൽ നിന്ന് എന്റെ കുട്ടി സൽസ്വഭാവം പഠിക്കണം, എന്നിൽ നിന്ന് എന്റെ കുട്ടി ജീവിതത്തിന്റെ അവസാനം വരെ മാതൃക പഠിക്കണം. എന്റെ ബാപ്പ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സ്വഭാവം ഞാൻ ഒരു നിലക്കും ഒഴിവാക്കൂല. കാരണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. എന്റെ ഉമ്മ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സൽ സ്വഭാവം ഞാൻ കൈവിടിയുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെത്ര തന്നാലും ശരി, നിങ്ങളെത്ര സ്വാധീനിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ സ്വഭാവം മാറ്റുന്ന പെൺകുട്ടികളില്ലേ, ഭാര്യയുടെ സ്വഭാവം മാറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തേ കാരണം? അത് ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവമാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു കുറവാണ് എവിടെയും കാണുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ പെരുമാറ്റത്തിലൂടെ സ്വഹാബത്തിന്റെ ദേഷ്യം തണുപ്പിച്ചു. പ്രതികരണങ്ങൾക്കുള്ള ഏറ്റവും നല്ല ത്വരയുണ്ടായിരുന്നു അവരിൽ. നല്ല പ്രതികരിക്കാനും പ്രതിയോഗികളെ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കാനും അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും പറയാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ല. അതെത്ര ആവേശം ഉണ്ടായിട്ടാണെങ്കിലും ശരി. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരുപാട് കാണാൻ ചരിത്രത്തിൽ. ബദറിൽ നിന്ന് ഗസ്വത്ത് കഴിഞ്ഞ്, സമരം കഴിഞ്ഞ്, അതൊരു യുദ്ധം എന്ന ഭാഷയിൽ വായിക്കേണ്ടതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തി പറയുമെന്ന പേടികൊണ്ട്. ബദറിൽ നിന്ന് ആ വലിയ സമരം കഴിഞ്ഞ് സ്വഹാബത്ത് മടങ്ങി വരുമ്പോ മദീനയിൽ എത്തുന്ന സമയത്ത് മദീനയിലേക്ക് അവർ ആനയിക്കുന്നത്, മദീനയിലേക്ക് വരുന്നത് ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബിമാരെ പറഞ്ഞയച്ചിരുന്നു. അവരോട് മദീനയിലുള്ളവർ ബദറിലെ വിഷയങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞിരുന്നു. ഇതാ പിന്നാലെ തങ്ങളും സ്വഹാബത്തും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മദീനയിലെ ജനങ്ങൾ മുഴുവനും മദീനയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് പുറപ്പെട്ടു, സ്വീകരിക്കാൻ, വരവേൽക്കാൻ. നമ്മളെ നാട്ടിലേക്ക് ഒരു വലിയ ഷെയ്ഖ് വരുമ്പോ, ഒരു വലിയ സയ്യിദ് വരുമ്പോ, ഒരു പക്ഷേ കാസർഗോഡിന്റെ അതിർത്തിയിൽ വെച്ച് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് സ്വീകരിച്ചു കൊണ്ടുവരാറുണ്ടല്ലോ. നാട്ടിലേക്ക് ആദ്യമായി വരുന്ന ഒരു സയ്യിദാണ്, ഒരു ആലിമാണ്. അത് ഇസ്ലാമിൽ ഉള്ള ഒരു സുന്നത്താണ്. അതിന് ചെറുപ്പക്കാരും മറ്റു എല്ലാവരും ബൈക്കെടുത്ത്, വാഹനമെടുത്തു പോകും. തക്ബീർ ധ്വനികൾ സന്തോഷത്തോടെ മുഴക്കും, മദ്ഹിന്റെ ഗീതങ്ങളൊക്കെ പാടും, സന്തോഷത്തോടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതേ പരുവത്തിൽ മദീനയിലുള്ള സ്വഹാബ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചു വരുമ്പോ ബദറിലേക്ക് പുറപ്പെടാത്ത ഒരു സ്വഹാബി സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനോട്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത മഹാനാണ്, സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം? എന്തെല്ലാം പറയുന്നു നോക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ഇത്തരൊരു ബഹുമാനം നൽകിയത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ഒറ്റ നബിക്കും മുൻഗാമികളായ ഒരു നബിക്ക് കൂടെ നിന്ന് ചെറുക്കാനും ശത്രുക്കളെ പ്രതിരോധിക്കാനും ആ നബിമാരുടെ മഹാന്മാരായ ഔലിയാക്കളായ അനുയായികൾക്കും ഒരിക്കലും അല്ലാഹു തആല മലക്കുകളെ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ടില്ല. സൂറത്ത് യാസീനോടെ ഞാനും നിങ്ങളൊക്കെ അത് ഓതാറുണ്ട് സാധാരണ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുംദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ
ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കരുണം വധിച്ച ജനത ഒരു കാരണവുമില്ലാതെ മഹാനവർകൾ അവർ ചവിട്ടി നെരിച്ചു, കല്ലുകൊണ്ടെറിഞ്ഞു. ഇബ്നു കസീറും അതുപോലെ തന്നെ അബൂ ഹയ്യാനും പറഞ്ഞ റിപ്പോർട്ടിൽ കാണാം റഹ്മത്തുള്ളാഹി അലൈഹി, ചവിട്ടിയിട്ട് കൊടൽമാല വരെ പുറത്തു വന്നിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അവര് വധിച്ചപ്പോ ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ വാനലോകത്ത് നിന്ന് മലക്കുകളെ അല്ലാഹു ഇറക്കിയിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ. ലക്ഷോപലക്ഷം മലക്കുകളില്ലേ, കോടിക്കണക്കിന് മലക്കുകളില്ലേ, അവരുടെ എണ്ണം കറക്റ്റായി റബ്ബിനല്ലാതെ അറിയില്ലല്ലോ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. റബ്ബിന്റെ സൈന്യങ്ങളുടെ കൃത്യമായ കണക്ക് ഒരു സർക്കാരിന്റെ അടുത്തും ഇല്ല, ഒരു കേന്ദ്രത്തിന്റെ അടുത്തും ഇല്ല, റബ്ബിന് മാത്രമേ അറിയൂ. അത്ര കോടിക്കണക്കിന് സൈന്യങ്ങൾ ഉണ്ടായിട്ട് ഒരു സൈന്യത്തെയും അല്ലാഹു ഇറക്കിയിട്ടില്ല. അല്ലാഹു പറയുന്നു വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ഇറക്കുന്ന ഒരു പതിവും നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് ആ സമൂഹത്തെ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചു. അതും സഹോദരങ്ങളെ സമാഉദ്ദുന്യയിൽ നിന്ന് താഴോട്ട് വന്നു, സമാഉദ്ദുന്യയിൽ നിന്ന് താഴോട്ട് വന്നു ഭൂമിയിലേക്ക് ആ ശബ്ദഘോഷമേ കേൾപ്പിച്ചിട്ടുള്ളൂ. ഫഇദാഹും ഖാമിദൂൻ. തീ കെട്ടതുപോലെ ആ ഒരൊറ്റ ശബ്ദം കേട്ട് അവർ നിശ്ചലരായി പോയി. ആദ്യമായിട്ട് അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തത്, സഹായത്തിന് വേണ്ടി ഇറക്കി കൊടുത്തത്, അതും 2000, 3000, 5000 മലക്കുകളെ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 7000 മലക്കുകളെ ഇറക്കി കൊടുത്ത ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അത്ര ഷറഫാക്കപ്പെട്ട ഒരു സമരം ലോകത്ത് വേറെ ഏതെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. ബദരീങ്ങൾക്കുള്ള ബഹുമാനം എന്താ? നിങ്ങൾ നോക്ക്, ആ ബദറിൽ നിന്ന് വരുന്ന അസ്ഹാബുൽ ബദറിൽപ്പെട്ട റളിയല്ലാഹു അൻഹും അജ്മഈൻ സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹുനോട് അങ്ങോട്ട് പോകാത്തൊരു സഹാബി ചോദിക്കാൻ, സാധാരണ വിവരം ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് പോരാട്ടം? നമ്മൾ ഇവിടെയാ ശരിക്കും മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുണ്ട് പോരാട്ടം എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അതെത്ര എളുപ്പമാണ്. അറവ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുറെയൊക്കെ കീപ്പെട്ട് തരുന്ന അറവുശാലയിലേക്ക് വന്ന മൃഗങ്ങളെ പോലെ നമ്മൾ അവരെ പണി അങ്ങ് കഴിച്ചു. ഇത് പറഞ്ഞപ്പോ കേട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യടിക്കാനല്ല പറഞ്ഞത്, തക്ബീർ ചൊല്ലാനല്ല പറഞ്ഞത്. സലാമത്ത് ബിനു സലാം തങ്ങളെ ആ വാക്ക് പറയരുത് കേട്ടോ. നിങ്ങൾക്കവര് പ്രതിയോഗികളാണെങ്കിലും മക്കക്കാർക്ക് അവര് ജനനേതാക്കളല്ലേ, നായകന്മാരല്ലേ. മാന്യത വിട്ട് സംസാരിച്ചുകൂടാ. ഉടനെ ആ സ്വഹാബി വര്യൻ വന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, റസൂലേ എനിക്ക് മാപ്പ് തരണം, ഇനി മേലാൽ ഞാൻ അങ്ങനെ പറയില്ല. 2, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ സ്വഹാബി വര്യൻ പറഞ്ഞു, ആഗ്രഹിച്ചു, പടച്ചോനെ ബദർ കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ നോക്കൂ ഒരു പെരുമാറ്റത്തിന്റെ മഹിമ. നമ്മുടെ നാട്ടിലെ നമ്മളെ സ്വീകരിക്കാത്ത, നമ്മളെ ഉൾക്കൊള്ളാത്ത ഒരാളാണെങ്കിലും മാന്യത വിട്ടൊരു വാക്ക് പറയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന പെരുമാറ്റത്തിന്റെ ഭംഗിയാണ്. അതെവിടെ സഹോദരങ്ങളെ ഇന്നുള്ളത്? പിന്നെ ആരാ സ്വീകരിക്കുക? പിന്നെ ആരാ നമ്മളെ ഫോളോ ചെയ്യുക? പിന്നെ ആരാണ് നമ്മളെ കണ്ടിട്ട് ഒരു ചെറിയ മഹത്വമെങ്കിലും അവരെ ഖൽബിൽ തോന്നുക? സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷേ ഈ ഒരു പ്രയോഗം കുറച്ച് കടന്ന പ്രയോഗമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഈ ശൈലിയും ഈ ഭാഷയും എവിടുന്ന് കിട്ടിയതാണ്? അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു തആല നൽകിയ എളുപ്പത്തെ പറ്റിയാണ് പറഞ്ഞത്.
കീഴ്പ്പെടുത്താൻ പറ്റാത്ത വലിയ വമ്പന്മാരായിരുന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉഖ്ബത്തും ഒക്കെ അവരെല്ലാവരും കീഴ്പ്പെട്ടു പോയെങ്കിലും ഇങ്ങനെ പറയാൻ പാടില്ല. അത് അതിന്റെ ഭാഷയിലേ പറയാവൂ. മഹാനവർകൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അതേ പുറത്തു കൊടുക്കുന്നു. ഇനി മേലാൽ ഞാൻ അങ്ങനത്തൊരു വാക്ക് പറയില്ല. നിങ്ങളെ സംസാരങ്ങളിൽ നിന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ വരരുത്. സഹോദരങ്ങളെ, ആവേശം മൂത്തിട്ടാണെങ്കിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ചിലപ്പോഴൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. നേതാക്കൾ എഴുതി കൊടുത്തൊരു സ്ലിപ്പ് ഉണ്ടാകും, മുദ്രാവാക്യം വിളിക്കാൻ. അത് വിളിച്ചാൽ ആർക്കും ഒരു തിരക്കേടില്ല. കാരണം അത് അവകാശങ്ങൾക്ക് വേണ്ടി മാന്യതയോടെയുള്ള അഭ്യർത്ഥനയാണ്. ആൾക്കൂട്ടത്തെ കാണുമ്പോ ചിലർ ഈ ലിസ്റ്റ് കീശയിലിടും, എന്നിട്ട് സ്വന്തം വകയിൽ ചില മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഒരു പക്ഷേ അവിടെ ഗരാവോ നടക്കും, അടി നടക്കും, പിക്കറ്റിംഗ് നടക്കും, ഏറ് നടക്കും, തല്ല് നടക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ. എത്ര ആവേശം മൂത്താലും പറയുന്ന വാക്ക് പോലും മാന്യതക്കെതിരാകരുത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മക്ക വിജയത്തിലേക്ക് പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതാക കൊടുത്ത ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അൻസാറുകളിലെ പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ അനുശോചിച്ചാണ് അർശ് പോലും വിറച്ചുപോയത്. അത്രയും പ്രഗൽഭനായ സ്വഹാബി വര്യനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ സുഫിയാനെയും മറ്റു കൂട്ടരെയും കണ്ടപ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ച മഹാൻ പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമാ അൽയൗമ തസ്തഹില്ലുൽ ഹിർമാ. ഇന്ന് നല്ലവണ്ണം ഇറച്ചി ഓരി വെക്കുന്ന ദിവസമാണ്. ഇന്ന് ഇറച്ചി തിങ്ങി വെട്ടിയിട്ട് ഇറച്ചിയൊക്കെ കഷ്ണം കഷ്ണമാക്കി നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് ഹറാമൊക്കെ നീങ്ങുന്ന ദിവസമാണ്. വിശുദ്ധ ഹറമിൽ നിഷിദ്ധമല്ലേ ഖിതാല്. ഇന്നതൊക്കെ ഹലാലാകുമെന്ന് പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി തങ്ങൾ ആ വാക്ക് തിരുത്തിയിട്ട് പറഞ്ഞു, അൽ യൗമ യൗമുൽ മർഹമാ. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് സ്നേഹത്തിന്റെ ദിവസമാണ്, ഇന്ന് അനുകമ്പയുടെ ദിവസമാണ്. ആ വാക്കിൽ പ്രതിഷേധിച്ച് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത പതാക അവിടുന്ന് വാങ്ങി ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മാറ്റിക്കൊടുത്തു. നിങ്ങൾ നോക്ക്, പ്രതികരിക്കുന്നത് ശരിയാകണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സ്വഭാവ മഹിമ പഠിപ്പിച്ചപ്പോൾ ആരോടാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ഒരാളാണ് കുട്ടിക്കോളും. നമ്മളെ നന്നായി ചീത്ത വിളിച്ച് അങ്ങനെ അതിലിങ്ങനെ കലങ്ങി ഇനിയും വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ആ ചീത്ത വിളി എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയോ അവിടെ നമ്മളെ വിജയം. അവിടെ നമ്മളെ വിജയം. അവരെ മാറ്റാൻ കഴിയോ അവിടെ നമ്മളെ വിജയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത് വന്നിരുന്നിട്ട് ഒരാൾ ചീത്ത വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വിളി കേട്ടാൽ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് അടി കൊടുക്കും. ചെറിയ വിളിയൊന്നല്ല വിളിക്കുന്നത്, യാ ദജ്ജാലൂന്ന് വിളിക്കുന്നുണ്ട്, യാ മുബ്തദിഊന്ന് വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരിൽ എന്തെങ്കിലും വിദേഹത്തിന്റെ ശാഖ അരിച്ചവർക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. സുന്നത്തിന് വേണ്ടി അത്രയും നിലകൊണ്ട മഹാനാണ് ഇമാമുൽ ആലം തങ്ങളെയാണ് ഈ വിളിക്കുന്നത്. വിളിച്ച് മഹാനവർകൾ ഒന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇയാളും പിന്നാലെ കൂടി. ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ പിന്നാലെ വിളിച്ചങ്ങനെ പോവുകയാണ്. അങ്ങനെ ചീത്ത വിളിച്ച് വീട്ടിന്റെ അടുത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറണം. ഞാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം ഞാൻ ഇവിടെ കാത്തു നിന്ന് തരാം. അയാൾ തോറ്റുപോയി, മടങ്ങിപ്പോയി. ഇത്രയും നേരം ചീത്ത പറഞ്ഞ ആളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരൊറ്റ അടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയത്?
അതാണ് ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞ സ്വഭാവം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നീ എപ്പോഴും നന്മ കൊണ്ട് പ്രതികരിക്കണം. നിന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഒരാൾ ഫോണിലൂടെ സംസാരിക്കുന്നതെങ്കിലും നിനക്ക് കലികയറരുത്, പെട്ടെന്ന് നിന്നെ കലികയറ്റി പോകും. നീ നല്ല സ്വബറോടുകൂടെ പിടിച്ചു നിൽക്കണം. എത്ര ക്ഷമിക്കണം? ഇമാമിങ്ങൾ ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ നീയും ക്ഷമിക്കണം, നീയും സഹിക്കണം. എന്നിട്ട് നന്മ കൊണ്ട് നീ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ വലിയ ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് നിന്നെപ്പറ്റി അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നിന്റെ പ്രതികരണം അയാളെ തിരുത്തുന്ന രൂപത്തിലാണ്, അയാളെപ്പോലത്തെ ആരുടെയും മനസ്സ് നന്നാക്കുന്ന രൂപത്തിലാണ്. എന്നാൽ പെട്ടെന്ന് അയാളിൽ മാറ്റം വരും. കഅന്നഹു വലിയ്യുൻ ഹമീം. അയാൾ നിന്റെ ആത്മമിത്രത്തെ പോലെയായി മാറും. നിന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി മാറും. നല്ല പ്രതികരണം കാഴ്ചവെക്കാൻ കഴിയും. അപ്പോഴേ തിന്മയെ തോൽപ്പിച്ച്, ചെറുത്തു തോൽപ്പിച്ച് നന്മയുടെ മുഖങ്ങളെ നന്നാക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു വലിയ, പറയാനൊന്നും എനിക്ക് കഴിയൂല, നീ ആ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന വാക്കുകളോ അല്ല. ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, അള്ളാഹു നിന്നെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ എന്ന ഒറ്റ ഭാഷയിൽ നമ്മൾ പറയുമ്പോഴേക്ക് അല്പം ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾ ചിന്തിക്കും, പടച്ചോനെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെയായി പോയല്ലോ, ഇത്രയും നേരം കലിതുള്ളിയതൊക്കെ വെറുതെയായി പോയല്ലോ, ഒരു ഫായിദയും കിട്ടാതെയായി പോയല്ലോ. അവിടെയാണ് ദുസ്വഭാവികളെ നന്നാക്കാനുള്ള കഴിവുണ്ടാകേണ്ടത്. നല്ല പ്രതികരണം പ്രതികരിക്കണം സഹോദരങ്ങളെ. അതിനാണ് ഖുർആൻ തൊട്ടു താഴെ പറയുന്നത്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. നന്മ കൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷി ലഭിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമാശീലന്മാർക്കേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സുബ്ഹാനല്ലാഹ് മുഅ്തസിം ബില്ലാഹി എന്ന് പേരുള്ള രാജാവ് തന്റെ ഭരണകാലത്ത് മഹാനവറുകളെ ശിക്ഷിച്ചു. എന്തിനാ ശിക്ഷിക്കുന്നത്? അദ്ദേഹം ഒരു പുതിയ വാദവുമായി രംഗത്ത് വന്നു. ആ വാദം അദ്ദേഹത്തിന് ജൽപ്പിച്ചു കൊടുത്തത് ചില മുബ്തദിഉകളാണ്. എന്താണ് വാദം? അൽ ഖുർആനു മഖ്ലൂഖ്, ഖുർആൻ സൃഷ്ടിയാണ് എന്നാണ് അയാളുടെ വാദം. രാജാവ് അത് വാദിച്ചു. മറ്റുള്ളവരുടെ ജൽപ്പനങ്ങൾക്ക് പിന്നിൽ ഒതുങ്ങി നിന്നിട്ട് ഇത് വാദിച്ചപ്പോൾ പല പണ്ഡിതന്മാരെയും ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന വാദത്തിന് എനിക്ക് ശരിക്ക് നിങ്ങൾ തെളിവ് തരികയാണെങ്കിൽ ഞാനത് അംഗീകരിക്കാം. അഅ്തൂനി ശൈഅൻ മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് എനിക്കൊരു രേഖ തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തിൽ നിന്ന് എനിക്കൊരു രേഖ തരൂ, അല്ലാതെ ഞാൻ അംഗീകരിക്കൂല. ചാട്ടവാറ് കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കടിക്കുകയാണ്, ശരീരത്തിനടിക്കുകയാണ്. അതും വിശുദ്ധ റമദാനിലല്ലേ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നത്. എത്രമാത്രമാണ് മഹാനവറുകൾക്ക് അടികിട്ടുന്നത്. റമദാനു ഷരീഫിൽ ജയിലിലേക്ക് കയറ്റിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടി തുടങ്ങിയപ്പോ ഒന്നാമത്തെ അടി ശരീരത്തിൽ വന്ന് വീഴുമ്പോ മഹാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാഹ്. അടിക്കുന്ന ആളെ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല.
അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ അടി കൊണ്ടപ്പോൾ പറയുന്നത് ബിസ്മില്ലാഹ്, രണ്ടാമത്തെ അടി കൊണ്ടപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മൂന്നാമത്തെ അടി കൊണ്ടപ്പോൾ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഗൈറു മഖ്ലൂഖ്, അതൊരു നിലക്കും സൃഷ്ടിയല്ല, സൃഷ്ടി എന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. നാലാമത്തെ അടി കൊണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് പഠിപ്പിച്ചതല്ലേ, അല്ലാഹ് കണക്കാക്കിയതല്ലാതെ നമുക്ക് മറ്റൊന്നും വരാനില്ലല്ലോ. ഇതും റബ്ബിന്റെ ഖളായിൽപ്പെട്ടത് തന്നെയാണ്. ഞാനൊരു ഇമാമായിട്ട് ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ളതല്ല, ഇത് അല്ലാഹുവിന്റെ ഖളാ അല്ലേ, ഞാനത് അംഗീകരിക്കുന്നു. 29 പ്രാവശ്യം അടി കിട്ടിയെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലുള്ളത്. അതും ഒന്നും രണ്ടും ആളുകളല്ല അടിച്ചവര്, 150 ആളുകൾ അടിച്ചിട്ടുണ്ട്, മാറി മാറി അടിച്ചിട്ടുണ്ട്, വേറെയും അക്രമങ്ങൾ കിട്ടിയിട്ടുണ്ട്. വലിയ കറാമത്ത് ആ സമയത്ത് മഹാനവറുകളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്, 2 കൈയും പുറംഭാഗത്തേക്ക് കെട്ടിവെച്ച് അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങനെ അടികിട്ടിക്കൊണ്ടിരിക്കുമ്പോ ശരീരത്തിലാകെ ഒരു ഉടുമുണ്ട് മാത്രമാണ്, അരത്തുണി മാത്രമാണ്, അരമുണ്ട് മാത്രമാണ്. കുപ്പായമെല്ലാം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, പിന്നത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, ഇതാ ഈ തുണിയുടെ അരഭാഗം കെട്ടടിയാൻ തുടങ്ങുകയാണ്. കെട്ടയിഞ്ഞാൽ ഏറ്റവും വലിയ അപമാനമല്ലേ ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യമുള്ള ഭാഗം, അതേ ശരീരത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട നഗ്നതയുടെ ഭാഗം, അതല്ലേ പുറത്തേക്ക് വെളിവാകുന്നത്. മഹാനവറുകൾ മേലോട്ട് കണ്ണുയർത്തിയിട്ട് ചുണ്ടനക്കുന്നത് കണ്ടു. പെട്ടെന്ന് തായോട്ട് പോകുന്ന തുണി മേലോട്ടങ്ങനെ പൊങ്ങി വന്നു. ജനങ്ങൾ നോക്കി നിൽക്കെ കാണുകയാണ്. പിന്നത് അരയുടെ ഭാഗത്ത് മുറുകിപ്പോയി, പിന്നെ അഴിഞ്ഞിട്ടില്ല. എന്താണ് നാവനക്കി പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മികല്ലദീ മലഅൽ അർശ ഇൻ കുൻത തഅലമു അന്നീ അലസ് സ്വവാബ് ഫലാ തഹ്തിക് ലീ സിത്റാ. റബ്ബേ, അർശിനെ മുഴുവനും നിന്റെ നാമം കൊണ്ട് നീ നിറച്ചിട്ടുണ്ടല്ലോ. ആ നാമം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ഇസ്മ കൊണ്ട് ചോദിക്കട്ടെ, ഞാൻ സത്യപ്പാന്താവിലാണ്, സത്യമാർഗത്തിലാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ മറ നീ പൊളിക്കരുത് അല്ലാ, എന്റെ അഭിമാനത്തിന് ക്ഷയം വരുത്തരുത് അല്ലാ. പിന്നെ ആരും തുണി എടുത്തു കൊടുക്കേണ്ടി വന്നിട്ടില്ല. മഹാനവറുകളുടെ സ്വഭാവം നോക്കി, ഓരോ അടി കിട്ടുന്ന സമയത്തും മഹാനവറുകൾ പറയുന്നത്, മഹാനവറുകൾ ചിന്തിക്കുന്നത്, എന്നെ അടിക്കാൻ വേണ്ടി ഉത്തരവിട്ട രാജാവിനെ ഞാൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ വിജയ ശ്രീലാളിതനായിട്ടാണ് മഹാനവറുകൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അടുത്ത ഭരണം ഭരിച്ച മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവ് മഹാനവറുകളുടെ വാദം മരക്കിട്ടുറപ്പിക്കുകയും അത് തന്നെയാണ് അഹ്ലുസുന്നയുടെ വാദമെന്നും മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതും അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. അപ്പൊ അടിച്ച ആളുകൾക്കൊക്കെ നിങ്ങൾ അഫൂ ചെയ്തു കൊടുത്തു എന്ന് വെച്ചപ്പോ മഹാനവറുകൾ നോക്ക്, നിങ്ങൾ നിരപരാധിയായിട്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത്, എന്നിട്ടും സ്വഭാവം നോക്ക് നിങ്ങൾ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, ഒരു ടീമിനൊഴികെ ഇല്ല അഹ്ലുൽ ബിദ്അ, ബിദ്അത്തുകാർക്ക് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റൂല. അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണമെങ്കിൽ അവർ നന്നായി വരട്ടെ, വിദേഹത്തൊക്കെ ഒഴിവാക്കി നന്നാക്കി വരട്ടെ, എന്നാ പൊരുത്തപ്പെട്ടു. ആ ലക്ഷ്യത്തിലാണ് ബഹിഷ്കരണം പല രൂപത്തിലും ഇസ്ലാമിലുണ്ടല്ലോ. അവരെ ഇകഴ്ത്താനല്ല, അവര് നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് സലാം പറയണ്ട എന്ന് പറഞ്ഞത് അവരെ കാണുമ്പോ 2 കുത്തു കൊടുക്കാനല്ല. പിന്നെയോ, എന്നോട് സലാം പറയുന്നതിന് എനിക്ക് തടസ്സമുള്ളത് ഈ ഒരു കേടല്ലേ, ഞാൻ നന്നായി വരട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ കാണുമ്പോ സലാം പറഞ്ഞാൽ തോന്നിയാസം വിളിക്കാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല, തെറി പറയാൻ പറ്റൂല.
ഒന്നും ചെയ്യാൻ പറ്റൂല. മാന്യതക്ക് നിരക്കാത്തൊന്നും ചെയ്യാൻ പറ്റൂല. സഹോദരങ്ങളെ, വിദേഹത്തുകാർക്ക് പുറത്തു കൊടുക്കാത്തതും ഈ ഒരു അവസ്ഥയിലാണ്. മുഅ്തസിം ബില്ലാഹി എന്ന രാജാവിന് പൊരുത്തപ്പെട്ടു കൊടുത്തോ? ഓ, പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്തേ ഉസ്താദേ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കാരണം? അതിന് കേൾക്കുന്ന മറുപടി എന്താണെന്നറിയോ? മഹാനവറുകൾ പറഞ്ഞു, കരിഹിതു അൻ യുഖാല യൗമൽ ഖിയാമ ഹാദാ ഗരീമു ഇബ്നു അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോ നമ്മളെന്താ പറയാ? നാളെ അവിടുന്ന് കാണിച്ചു തരാന്നല്ലേ പറയാ. ഇവിടുന്ന് കിട്ടാത്ത ഒരാളാണെങ്കിൽ രാജാവൊക്കെ ആവുമ്പോ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. നാളെ അവിടുന്ന് പള്ള നിറച്ചു കൊടുക്കാൻ പറയും. അത് ചിലർ വിചാരിക്കും അതന്നെ നല്ല സ്വഭാവം, അവിടുന്ന് ഇങ്ങനെ ഏക്കർ കണക്കിന് വാങ്ങാതെ നല്ല സ്വഭാവം എന്നല്ല. നമ്മള് അവിടത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇനി നമുക്കൊക്കെ ഇങ്ങോട്ട് കിട്ടാതെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒക്കെ വാരാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ക്ലീനാ, ഫുള്ള് റെഡിയാ. നമ്മളെ വിശ്വാസപ്രകാരം നമ്മളെന്ത് റെഡിയാ? മറ്റുള്ളവരത് വാങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ റെഡിയാകണ്ടേ? നമുക്കങ്ങനെ കൊടുക്കാനോ അങ്ങോട്ടുണ്ടെങ്കിൽ സമാസമാകൂലേ? ചിലപ്പോ നമ്മൾ തന്നെ ഏറാകുക. അങ്ങനെ പറയും മഹാനവറുകൾ പറയുന്നത്, ഖിയാമത്ത് നാളിൽ ഞാനെത്തുമ്പോ ഈ മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന രാജാവ് നബി തങ്ങളെ കുടുംബക്കാരനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് ഞാനൊരു കടക്കാരനായി മാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, നമ്മളെ ഉപദേശിച്ചു ഒരു ആലിമായ മനുഷ്യൻ, നല്ല നിലക്ക് ഉപദേശിച്ചതാണ്. ഒന്ന് കൂട്ടിക്കോളൂ, ഞാനൊരു ഉദാഹരണം പറയാണ്. അല്ലെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ ഉപദേശിച്ചു, ആ ഉപദേശം നമ്മളെ മനസ്സിൽ പിടിച്ചില്ല. നമ്മൾ നന്നാകാനാണ് ഉപദേശിച്ചത്, വൃത്തികെട്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അയാളോ ദേഷ്യമാണ്, കലിതുണ്ടുകയാണ്. അയാൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ? അയാൾക്ക് സ്വന്തം മക്കളെ കാര്യം നോക്കിയാ പോരെ, കുടുംബത്തിന്റെ കാര്യം നോക്കിയാ പോരെ? പോരാ, അയാൾ നാട്ടിലെ കാര്യം നോക്കാനാണ് അല്ലാഹു അദ്ദേഹത്തിന് ഇൽമു കൊടുത്തത്. അതിനാണ് ഉസ്താദാക്കിയത്, അതിനാണ് ആലിമാക്കിയത്, അതിനാണ് സയ്യിദാക്കിയത്. ആ ഒരു മേലധികാരം കൊണ്ട് ഉപദേശിച്ചതാണ്, നമ്മളെ നന്മക്ക് ഉപദേശിച്ചതാണ്. പക്ഷേ ആ ഉപദേശത്തിന്റെ പേരിൽ നമ്മൾ തിരിച്ച് അയാളെ കണക്കില്ലാതെ പറഞ്ഞാൽ ഉപദേശിച്ച ഉസ്താദിനോ സയ്യിദിനോ ഒരു കോട്ടവുമില്ല. പറഞ്ഞ നമുക്ക് കോട്ടം സംഭവിച്ചു പോയി, നഷ്ടം സംഭവിച്ചു പോയി. നന്മ ഉപദേശിച്ചതിനല്ലേ ഈ പ്രതികരണം? നിരപരാധിയായിട്ടല്ലേ ശിക്ഷ കിട്ടുന്നത്? എന്നിട്ടും മഹാനവറുകൾ ചിന്തിക്കുന്നത്, എന്നെ അടിക്കാൻ ഉത്തരവിട്ട രാജാവ്, ആ രാജാവിനൊരു സവിശേഷതയുണ്ട്, എനിക്ക് അല്ലാഹു ആ മഹത്വം തന്നിട്ടില്ലല്ലോ. രാജാവ് മുത്തുനബി തങ്ങളെ കുടുംബക്കാരനാണ്. നാളെ നബി തങ്ങളെ കുടുംബക്കാരന് എനിക്ക് കടം തരാനുണ്ട് എന്ന് കേൾക്കുമ്പോ അത് അല്ലാഹുവിന്റെ ഹബീബിന് വിഷമമാകൂലേ? അതുകൊണ്ട് വേണ്ട, പൊരുത്തപ്പെട്ടു കൊടുത്തു. അടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾക്ക് 150 ആളുകൾ അടിച്ചിട്ടില്ലേ? ചില ആളുകൾക്കൊക്കെ അല്ലാഹു തആല വെള്ളപ്പാണ്ട് രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് ദുന്യാവിലെ ശിക്ഷയാണ്. എന്നിട്ടും മഹാനവറുകൾ പുറത്തു കൊടുത്തല്ലോ. നിങ്ങൾ നോക്ക്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മളെ ശീലകളിൽ ഇപ്പോഴും ഉണ്ട്. ഉസ്താദെ നിങ്ങൾ അങ്ങനൊക്കെ വാദം പറഞ്ഞാലും അത് വിട്ടുകൊടുക്കാൻ പറ്റൂല. നിങ്ങൾ ആ പറഞ്ഞിരുന്ന നമ്മളെ വിഷയം ഒഴിവാണ്. അതെന്താ സുഹൃത്തെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്? അതെന്നാ അങ്ങനെ ചെയ്താണ്. ആരാ ചെയ്തത്? മോനാണ്. നിങ്ങളെ മോനല്ലേ, നമ്മളെ മോനല്ലേ? വിട്ടുകൊടുത്തതിനെ നന്നാക്കല്ലേ വേണ്ടത്? സാരല്ല മോനെ, ഞാൻ പൊരുത്തപ്പെട്ടു, അള്ളാഹു നിന്നെ എന്നെയൊക്കെ നന്നാക്കട്ടെ. അതിപ്പോ പറയാനായില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. എപ്പോഴാ പറയുന്നത്? എത്രയാണ് അതിന്റെ ഡേറ്റിലേക്ക് വെക്കുന്നത്? നമ്മൾ എത്ര പെട്ടെന്ന് വിട്ടുവീഴ്ച കൊടുക്കുന്നുണ്ടോ അത്ര പെട്ടെന്നല്ലേ അള്ളാഹു നമ്മയും അവരെയും നന്നാക്കുന്നത്. നമ്മൾ എത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ അത്ര പെട്ടെന്നല്ലേ. ആ വിഷയത്തിലും നമ്മൾ പണം കണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ലേ. അത് ചിലപ്പോ മൂപ്പർക്ക് ഒരു പ്രകൃതിപരമായിട്ടൊരു മുൻകോപക്കുള്ള ആളാണ്, നമ്മളത് വിഷയാക്കണ്ട. ബാപ്പാന്റെ സ്ഥാനത്തുള്ള ആളല്ലേ, നമ്മളൊന്നും പറയണ്ട. പക്ഷെ ആ ഒരു ബഹുമാനം എവിടെ? ബാപ്പാന്റെ ഉപ്പൂപ്പാന്റെ സ്ഥാനത്തുള്ള ആളാണെങ്കിലും എങ്ങാനും നമ്മൾ ഉപദേശിച്ചാൽ കശക്കി വിടും. അതുകൊണ്ടാണ് ഈ സൽസ്വഭാവത്തിന്റെ ഏറ്റവും സുന്ദരമായ മഹിതമായ വിഷയം നമ്മളും നമ്മളെ കുട്ടികളെയും നമ്മുടെ ബന്ധുക്കളെയും പഠിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്? 2 വകുപ്പാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ തഫ്സീറിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നരകത്തിൽ നിന്ന് സൂക്ഷിക്കൽ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ഇൽമു സ്വീകരിക്കണം, അറിവ് പഠിപ്പിക്കണം. അറിവ് മാത്രം പോരാ, അദബും പഠിപ്പിക്കണം. മോനെ, നീ ആരോടോ അങ്ങാടിയിൽ നിന്ന് ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞു എന്ന് കേട്ടല്ലോ. അതുപ്പ അയാള് ഏതാണ്? അയാൾ എന്റെ കൂട്ടുകാരനാണല്ലോ. നീ എന്തിനാണ് അയാളോട് കയർത്തത്? അയാൾ എന്നോട് ഇങ്ങനെ തമാശക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് രഹസിച്ചില്ല. ഉടനെ തന്നെ ബാപ്പ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മോനെ? ഇപ്പൊ നീ പോകണം. അയാൾ എന്റെ കൂട്ടുകാരനാണ്, എന്നെ നീ ബഹുമാനിക്കുന്ന അതേ പ്രായം അയാൾക്കുമുണ്ട്. നീ പോയിട്ട് മാപ്പ് ചോദിക്കണം. മേലാലാര് നിന്നോട് പറഞ്ഞാലും നിനക്ക് പറ്റാത്തതാണെങ്കിൽ നീ പ്രതികരിക്കരുത്, ഞാൻ പ്രതികരിച്ചു കൊള്ളാം. നീ ഒരാളോടും മറുപടി പറയരുത്. കാരണം നീ പറഞ്ഞാ കുറച്ച് ഏറായി പോകും. ഒരു പക്ഷേ നീ പറഞ്ഞ വാക്ക് കടന്ന വാക്കായതുകൊണ്ട് ഇത്രയൊക്കെ നാവിന്റെ ഊക്ക് ഈ കുട്ടിക്കുണ്ടോന്നെങ്ങാനും അവര് പറഞ്ഞു പോയാല് അതൊരു ലയനത്തിന് കാരണമാകും, ഒരു ശാപത്തിന് കാരണമാകും. ഒരു പക്ഷേ തമാശക്ക് അവര് നിന്നെ ഒന്നിങ്ങനെ തോണ്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ മോനല്ലേ എന്ന് കരുതിയിട്ട് എവിടെ ബാപ്പാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ബാപ്പാനെ പറഞ്ഞാച്ചാ പോരെ മോനെ, അരി വാങ്ങിക്കാൻ നീ ഇത്ര കഷ്ടപ്പെടണോ? ഇത് വെറുതെ ഒരു സ്നേഹത്തിന് ചോദിച്ചതാണ്. അപ്പോഴേക്ക് നിനക്ക് നിന്റെ ബാപ്പാനെ പറഞ്ഞാച്ചാ പോരെ, നല്ല ഭാഷയാ ചോദിച്ചത്, തെറ്റൊന്നുമില്ല. നീ കലിതുള്ളിയിട്ട് ഏറെ പറഞ്ഞുപോയി. അതിന്റെ ബാപ്പാനല്ല, നിങ്ങൾ എന്തിനാ നോക്കണത്? നിങ്ങൾക്ക് ബാപ്പണ്ടേ നോക്കിയാ പോരെ. ആ കുട്ടി പ്രതികരിച്ച് ചൂടോടെ പ്രതികരിച്ച കുട്ടിയെ അദബ് പഠിപ്പിച്ച് തിരുത്തേണ്ടത് ബാപ്പയും ഉമ്മയുമാണ്. നമ്മളെ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മേഖല ഞാൻ പറഞ്ഞാൽ എത്രയും പറഞ്ഞാൽ തീർക്കാൻ കഴിയും. അത് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ച, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. മിൻ ഹഖ്ഖിൽ വാലിദി അലൽ വലദ്. മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള ബാധ്യത അയ്യുഹ്സിന ഇസ്മഹു വയുഹ്സിന അദബ. നല്ല പേര് കൊടുക്കണം, നല്ല അദബും പഠിപ്പിക്കണം. അതവ് നമ്മൾ നന്നായി പഠിപ്പിക്കണം. നമ്മൾ പകർത്തി കൊടുക്കണം അതവുകളൊക്കെ. നമ്മിൽ നിന്ന് അവർ കണ്ട് ശീലിക്കണം. മുന്നിൽ പോകുന്ന മകനാണെങ്കിൽ ആ മകന് ബാപ്പ പഠിപ്പിക്കേണ്ടത്, മോനെ എവിടെ വാ, ഞാൻ നിന്റെ ബാപ്പയാണ്, നീ എന്റെ പിറകിലാണ് നടക്കേണ്ടത്, എന്റെ പിറകിൽ വരൂ. ബാപ്പക്ക് കുറച്ച് ആരോഗ്യം കുറവാണെങ്കിലും പഠിപ്പിക്കുന്ന അതവിലൊരു മോശവും വരാൻ പാടില്ല. കുട്ടിയതാ കാലിന്റെ മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നു. ബാപ്പയുടെ അനുജൻ വന്നപ്പോഴും കുട്ടി എഴുന്നേറ്റിട്ടില്ല. സത്യത്തിൽ ബാപ്പാനെ പോലെ ബഹുമാനിക്കേണ്ട ആളല്ലേ ബാപ്പയുടെ അനുജൻ. നമ്മളെ മോനല്ലേ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കരുത്. ഉടനെ തന്നെ ആ കുഞ്ഞുമോന്റെ തോള് പിടിച്ചിട്ട്, മോനെ എഴുന്നേൽക്ക്, അതാരാ വരുന്നത് എന്ന് നോക്ക്, പെട്ടെന്ന് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ, നല്ല തുണി ഉടുത്തു വാ, അതാ വരുന്ന ആളെ കണ്ടില്ലേ. ആ കുട്ടിയുടെ ശരീരത്തിലും കൽബിലും നിറച്ചു കൊടുക്കേണ്ടത് അതവിന്റെ ശീലങ്ങളാണ്. അതിന്റെ ഒരു കുറവ് കൊണ്ട് സഹോദരങ്ങളെ, ചെറിയവരും പ്രതികരിക്കുന്നു. നോക്ക് നിങ്ങൾ എത്ര ഗൗരവത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയെപ്പറ്റി പറഞ്ഞിടത്തൊരു ഹദീസിൽ കാണാം, ആഖിറു സമാനിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പഠിപ്പിച്ചിടത്ത് വൽ വലദു ഗൈളാ, ഖിയാമത്ത് നാളിനോട് അടുത്ത് വരുമ്പോ മക്കളൊക്കെ പരുഷ സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് വരും.
ദുഷ്ടന്മാരും ദുർചിന്തയുള്ളവരും ദുർമാർഗികളും അവര് നാടുനീള സ്വൈരവിഹാരം നടത്തുന്ന സമ്പ്രദായം വരും. അവർക്ക് പിന്നാലെയാണ് ഒരു പറ്റം ആളുകൾ അധികവും ഉള്ളത്. അവര് എന്തെങ്കിലും ചെയ്താൽ അവരെ പിന്നാലെയുള്ള സംഘത്തിനെ വിട്ടിട്ട് പ്രതികരിച്ചവനെ കൊന്നുകളയും, അല്ലെങ്കിൽ അവനെ കൊള്ളയടിക്കപ്പെടും, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് മാനഹാനി വരുത്തും. ഇത് ഘട്ടങ്ങളൊക്കെ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന ഹദീസിലുള്ളതാണ്. അവിടെ പറഞ്ഞൊരു വാക്കാണ് സന്താനങ്ങൾ ഗൗരവ സ്വഭാവത്തിൽ പെരുമാറുന്ന അവസ്ഥ. അത് ഉപ്പമാരെ ഉമ്മമാരെ നമ്മിൽ നിന്ന് ആ ശീലം കൊടുക്കരുത്. അദബാണ് പഠിപ്പിക്കേണ്ടത്. ഏത് റോളിലും അദബ് പഠിപ്പിക്കണം. അത് കുട്ടികളെ തൊട്ടടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിപ്പിക്കണം. അതിന്റെ ശൈലി നമ്മൾ പകർന്നു കൊടുക്കണം. അദബിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അള്ളാഹു ഡയറക്റ്റ് ആയി കൊടുക്കുന്നതല്ല. അൽ അദബു മിനൽ ആബാ വസ്സലാഹിയത്തു മിനല്ലാഹ്. അദബ് അത് ബാപ്പ ഉമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടേണ്ടതാണ്. സ്വലാഹിയത്ത് നന്മ അത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹു നൽകുന്നതാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കുക എന്നുള്ളത്.